മഴ കനത്തതോടെ ദുരിതത്തിലായി ഹൈറേഞ്ച് നിവാസികൾ. കുമളിയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. പകൽ മഴ മാറി നിൽക്കുമെങ്കിലും രാത്രിയോടെ മഴ ശക്തമാകുന്നതാണ് കൂടുതൽ പ്രതിസന്ധി. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിംഗ്. ഇടുക്കിയിലെ പ്രത്യേക സവിശേഷമായ ഒരു കാലാവസ്ഥാ വിശേഷം, പകല് മഴയില്ല, രാത്രിയോടെ മഴ ശക്തമാകും. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടിൽ ജലനിരപ്പ് കൂടുന്നുണ്ട്, സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഇപ്പോഴൊരു ആശ്വാസകരമായ കാലാവസ്ഥയാണ്. നമ്മൾ ഈ നിൽക്കുന്ന പോലെ തന്നെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് അതായത് ഈ പുഴയിലൂടെ ഇങ്ങനെ പെരിയാറിലൂടെ ഇങ്ങനെ ഒഴുകുന്നത്. അതങ്ങനെ അലതല്ലി ഒഴുകുകയാണ്. അത് ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് അങ്ങനെ ഒഴുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ്, പല വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് കൂടുതൽ വെള്ളം ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോന്നിരുന്നു. അതായത് 1.5 മീറ്റർ ഉയരത്തിൽ 13 ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിലൂടെ നിറഞ്ഞു വരുന്ന വെള്ളം, അധികമായി ഡാമിലേക്ക് എത്തുന്ന വെള്ളം താനെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അതിന് പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ 1.5 മീറ്റർ 10,000 ഘനയടിയിൽ കൂടാതെയുള്ള വെള്ളം ഒഴുകി വരുന്നു. ആ നിലയിലായിരുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും വീടുകളിലൊക്കെ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെയാണ്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോഴേക്കും ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പും നിറയെ വെള്ളമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇറങ്ങി 3 സ്റ്റെപ്പിനും താഴെയാണ് വെള്ളമുള്ളത്. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതിനപ്പുറത്തേക്കും രാത്രിയിൽ മഴ എങ്ങനെയാകും എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ട്. ഈ വീട്ടിലെ ചേച്ചിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. എല്ലാ വർഷവും ഇതുപോലെ ഒന്ന് ചോദിക്കും. ഇത്തവണയും വെള്ളം കയറിയല്ലേ? ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശകലം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 3 പടി മേളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 പടിയിൽ താഴെ പോയി. അങ്ങനെയാണ് കൃഷ്ണൻ. എന്തായാലും മഴ മാറി നിൽക്കുന്നു, അത് ആശ്വാസകരമായ കാര്യമാണ് നിലവിൽ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.